നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ഇത് സന്തോഷ വാർത്ത. ഇനി മുതൽ യുഎയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ കോവിഡ് RT-PCR പരിശോധന വേണ്ട എന്ന ഉത്തരവ് പുറത്തു വന്നു കഴിഞ്ഞു. എന്നാൽ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കാണ് ഇളവ് ലഭിക്കുന്നതെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിക്കുകയുണ്ടായി. ഇന്നലെ മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. കുവൈറ്റ്, UAE എന്നീ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നും യാത്ര ചെയ്യാൻ RT-PCR പരിശോധന നിർബന്ധമാക്കിയിരുന്നു. അതേസമയം യാത്രയ്ക്ക് മുന്നോടിയായി 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് യാത്രക്കാർ എയർ സുവിധ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. വാക്സിൻ സ്വീകരിക്കാതെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ 72 മണിക്കൂറിനകം തന്നെ എടുത്ത PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. UAയിലേക്ക് യാത്ര ചെയ്യുന്നവർ 14 ദിവസം മുൻപ് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ആ വിവരങ്ങളെല്ലാം എയർ സുവിധയിൽ അപ്ലോഡ് ചെയ്തിരിക്കണം. കൂടാതെ പുതുതായി പുറത്തിറക്കിയ നിർദ്ദേശങ്ങൾ പാലിക്കാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്നാൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ യാതൊരു പരിശോധനയുടെയും ആവശ്യമില്ല. രോഗലക്ഷണങ്ങളുള്ളവർ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. ഇന്ത്യയെ കൂടാതെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കും PCR പരിശോധനയുടെ ആവശ്യമില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. UAE, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് PCR പരിശോധന ആവശ്യമായത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ഇന്ത്യയിൽ നിന്നും 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച് UAയിലേക്ക് സന്ദർശക വിസയിൽ എത്തുന്നവർക്കും PCR പരിശോധന വേണ്ട എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം റമദാനിൽ പാലിക്കേണ്ട കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ച് ദേശീയ അടിയന്തര ദുരന്ത നിവാരണ അതോറിറ്റി. പള്ളികളിൽ നമസ്കാര സമയം കോവിഡിന് മുമ്പുണ്ടായിരുന്ന നിലയിലേക്ക് മാറ്റിയതടക്കം വിവിധ കാര്യങ്ങളിലാണ് ഇളവ് നൽകിയത്. എന്നാൽ മാസ്ക് ധരിക്കുക, 1 മീറ്റർ സാമൂഹ്യ അകലം പാലിക്കുക എന്നിവയിൽ ഇളവില്ല. രാജ്യത്ത് കോവിഡ് കേസുകൾ കുറഞ്ഞ സാഹചര്യത്തിലാണ് റമദാനിൽ ഇളവ് അനുവദിക്കാൻ തീരുമാനിച്ചത്. ബുധനാഴ്ച 288 പ്രതിദിന രോഗികളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇളവുകൾ ഇങ്ങനെ: പള്ളികളിൽ ദിവസേന ക്ലാസുകളും പ്രഭാഷണങ്ങളും നടത്താം. പള്ളികളിൽ കുപ്പിവെള്ളം വിതരണം ചെയ്യാം. തറാവീഹ് നമസ്കാരവും റമദാൻ അവസാന 10 ദിവസത്തെ തഹജ്ജുദ് നമസ്കാരവും നടത്താം. സ്ത്രീകളുടെ നമസ്കാര ഹാളുകൾ സാധാരണ പോലെ പ്രവർത്തിക്കാം. ഖുർആൻ കോപ്പികൾ പള്ളിയിലെത്തുന്നവർക്ക് നൽകാം. ഓരോ ഉപയോഗത്തിന് ശേഷം അണുമുക്തമാക്കണം. ഇശാ, തറാവീഹ് നമസ്കാരങ്ങൾ പൂർത്തിയാക്കാൻ 45 മിനിറ്റ് എടുക്കാം. കഴിഞ്ഞ വർഷം ഇത് 20 മിനിറ്റ് ആയിരുന്നു. തഹജ്ജുദിനും 45 മിനിറ്റ്. റമദാൻ ടെന്റുകൾക്ക് അനുവാദം. ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം 20 മിനിറ്റ് വരെ ആകാം. നേരത്തെ 5 മുതൽ 10 മിനിറ്റ് വരെയായിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.